ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? ഞാൻ ഇപ്പം ഇന്ന് വന്നത് എന്തിനാ അറിയോ? ഇപ്പം നിങ്ങളെ മനസ്സിലുണ്ടാവും എന്തിനാ പതിവ് പോലെ ആരെങ്കിലും ഇറച്ചി തിന്നാനല്ലേ. ഇനി അങ്ങനെ കൂട്ടുന്നവരങ്ങനെ, പക്ഷെ എന്തെങ്കിലും കണ്ടാൽ എനിക്കത് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അതിന്റെ പേരിൽ പറയാം. ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ആരെന്നറിയോ? ജസ്ന സലീമിനെ കുറിച്ചിട്ട് പറയാനാ. ഞാൻ കുറെ കാലമായിട്ട് അവളെ കുറിച്ചിട്ടൊന്നും പറയില്ല. പക്ഷേ ഇപ്പോൾ അവളിപ്പോൾ മിനിഞ്ഞാന്നൊരു വീഡിയോ ഇട്ടിക്കണോ. എന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അവളുടെ കൈ ആരോ വെട്ടെന്ന് പറഞ്ഞു കൊടുത്തിട്ട്. ഈ കയ്യെന്നെ വെട്ടും എന്ന് പറയുന്നതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഇത്രയും ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു കോളൊക്കെ ഉണ്ടാക്കി കൈയൊക്കെ വെട്ടും എന്നൊക്കെ പറഞ്ഞൊരു ഭീഷണിപ്പെടുത്തുമ്പോൾ അത് തല വെട്ടുന്നോ അതല്ലേ കാല് വെട്ടുന്നോ പറഞ്ഞിട്ട് കാര്യമില്ല, കയ്യെന്നെ വേണം. അപ്പോഴേ എല്ലാവർക്കും പെട്ടെന്ന് പിടി കിട്ടുള്ളൂ ഇതാരാണ്, ഏത് കൂട്ടരാണ് ഇത് ചെയ്യാൻ ഒരുങ്ങുന്നത് എന്നുള്ളത് പെട്ടെന്ന് പിടുത്തം കിട്ടണമെങ്കിൽ അത് കയ്യെന്നെ വേണം. കാരണം കയ്യിൻ്റെ ഒരു ഇഷ്യൂ കഴിഞ്ഞതാണല്ലോ ഇതിന് മുമ്പ്. അപ്പം അതിൻ്റെ പേരിൽ കയ്യെന്നെ ആക്കി. പുറത്ത് നല്ല മഴയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ ക്ലിയർ ആയി കേൾക്കുന്നുണ്ടോ അറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് കണ്ടോ, നല്ല മഴ. ഞാൻ വണ്ടിക്കകത്തായിരിക്കുന്നത്. അത് പോട്ടെ, നമുക്ക് വിഷയത്തേക്ക് വരാം. വിഷയം എന്താന്ന് ചോദിച്ചാല്, അവളിപ്പോ ഒരു സങ്കടം കൊണ്ട് വന്നിക്കുക. ആർക്കുള്ള സങ്കടമാണെന്ന് അറിയില്ല. 4 സംഖ്യകളൊക്കെ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യൊക്കെ വെട്ടെന്ന് പറയുന്ന കൂട്ടർ ആരാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്തായാലും നമുക്ക് അവളുടെ സങ്കടം ഒന്ന് കേൾക്കാം കേട്ടോ. ഇന്നലത്തെ ഒരു വീഡിയോ എല്ലാരും കണ്ടു എന്ന് വിചാരിക്കുന്നു. എന്റെ കൈ വെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും എനിക്ക് മെന്റലി ഭയങ്കര വിഷമം വന്നു പോയിട്ടോ. നമ്മളൊരു തെറ്റും ചെയ്യാതെ നമ്മളുടെ നേർക്ക് അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒന്ന് പതറിപ്പോവുമല്ലോ. അപ്പൊ അരുണിനെ കണ്ടപ്പോ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെ ഞാൻ അവനോട് എന്റെ വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ അതിലൊരു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇവളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഇവളോട് ഫോട്ടോ മേടിച്ച് ഇവളുടെ വര നിൽക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വകുപ്പ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് വരയ്ക്കാൻ ഓർഡർ ഇല്ലെങ്കിലും കളിയാക്കാതിരുന്നൂടെ നിങ്ങൾക്കൊന്ന്. ഞാനൊരു വോയിസ് ഇവിടെ വെക്കാം. ആളുടെ നമ്പറും കാര്യവും പേരൊന്നും ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ. സംഭവം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഓളെ ഭാഷയിൽ തന്നെ പറയണെങ്കിൽ ഞാൻ ഒന്നും കൂടി ഡൗൺ ആകണം. 4 വേണ്ടില്ല, നിങ്ങൾക്ക് കാര്യം പിടുത്തം കിട്ടിയാൽ മതി. അതായത് അവൾക്കൊരു കോള് വന്നു. ആ കോള് വന്നത് അവളുടെ കൈ വെട്ടും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അവൾക്ക് അത് സങ്കടം സഹിക്കുന്നില്ല. മെന്റലി ഭയങ്കര പ്രോബ്ലം. കാരണം എന്തിനാ ഒന്നും ചെയ്യാത്തൊരു പെണ്ണ് വെറും വർഗീയത മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനത്തെ ഒരു പെണ്ണിന് ആരാണ് ഇങ്ങനെ ദ്രോഹിക്കണത്? അതാണ് അവൾക്ക് മനസ്സിലാവാത്തത്. ഈ വർഗീയതക്ക് ഇത്ര വലിയ പ്രശ്നമാണോ? ഇനി അതെന്തോ ആയിക്കോട്ടെ. എന്തായാലും ഞാൻ അരുണേട്ടനോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അരുണേട്ടൻ ആ കാര്യം കേട്ടപ്പോ തന്നെ സങ്കടം കൊണ്ട് കെട്ടിപ്പിടിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. 37 അതിപ്പോ മുക്കിക്കുന്ന സംഭവം. വീഡിയോ ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല നമ്മളെ വിഷയം. നമുക്ക് വിഷയത്തേക്ക് വരാം. അപ്പൊ അരുണേട്ടൻ എന്ത് ചെയ്തു? അരുണേട്ടന് വേറൊരു വീഡിയോ ഇട്ടു ഇവളെ കുറിച്ചിട്ട്. അവളുടെ കൈ വെട്ട് എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിരിക്കണു. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചാൽ, ഇവളുടെ വരല്ലേ, ആ വര നിങ്ങൾ വാങ്ങിയിട്ട് ഇവളെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് അരുണേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അരുണേട്ടന്റെ ആ കൊട്ടടക്കിയിൽ വന്ന ബുദ്ധിയാണ് ഇപ്പൊ ഇത് തോന്നുന്നുണ്ട്. ഇങ്ങനെ ഒരു കൈവെട്ട് സീനും അത് കേട്ടിട്ട് നിങ്ങൾ ഇവളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അന്തല്ലാത്ത കുറച്ച് ടീംസ് ഉണ്ടായിരുന്നല്ലോ പണ്ട് ഇവളെ പിന്നാലെ. അവര് പോലും ഇപ്പോൾ ഒഴിവാക്കിക്കല്ലേ. അവരെ എങ്ങനെയെങ്കിലും ഇവിടെ തിരിച്ചു പിടിക്കണം. അതിനുള്ള 4ാം ക്ലാസ്സും കുസ്തിയും കൊണ്ട് ഇറങ്ങിയത് അബ്ബലി 2 ആങ്ങളെയും പെങ്ങളും. അബ്ബലി പറയുമ്പോൾ ആങ്ങളും പെങ്ങളും ആണ്. ഈ അരുണേട്ടനോട് സങ്കടം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ഈ അരുണേട്ടന് തിരുവനന്തപുരത്തോ അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ പാലക്കാടൊക്കെ കിടക്കണത് തോന്നുന്നു. ഇവിടെ അടുക്കളയിൽ നിന്ന് പോകണില്ല. എന്നിട്ടിപ്പോ അരുണേട്ടനോട് സങ്കടം പറഞ്ഞു അരുണേട്ടൻ വന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരുണേട്ടൻ മൈലുകൾക്ക് അപ്പുറത്തുനിന്ന് താണ്ടിയിട്ട് വന്ന് ഇവളുടെ സങ്കടം കേട്ടു എന്നാണ് ഇപ്പൊ നിങ്ങളൊക്കെ വിചാരം ഉണ്ടാകുക. അരുണേട്ടൻ ആ അടുക്കളയിൽ നിന്നും ആ കക്കൂസിന്നും പോയ ചരിത്രമല്ല. ഇവിടുന്ന് തിന്നുക അവിടുന്ന് ദൂറുക. ഇതന്നെ അരുണേട്ടന്റെ പരിപാടി. അരുണേട്ടനെ ഇപ്പൊ നല്ല ഇവളുടെ പേരും പറഞ്ഞ് വീഡിയോ ചെയ്തിട്ട് ആങ്ങളെയും പെങ്ങളും കളിയാ. അതെന്തോ ആയിക്കോട്ടെ, നമുക്ക് സന്തോഷമേ ഉള്ളൂ. അതിലൊന്നും ഞാൻ ഇടപെടുന്നില്ല. ഇപ്പോ ഞാൻ ഇടപെട്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മുസ്ലിങ്ങൾ കൈവെട്ടാൻ ഇവള് വരക്കുന്നത് കൊണ്ട് ഇവളെ കൈവെട്ടാൻ ഒരുങ്ങിയിട്ടുണ്ട് എന്ന് ഇവളും അരുണേട്ടനും ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അത് പറഞ്ഞിട്ട്
അരുണേട്ടന് പിന്നെ എന്ത് ചെയ്തു, അതിനൊരു മറുവശം, ഒരു സൊല്യൂഷൻ, എങ്ങനെ ഈ ടീമിനെ നമുക്ക് തോൽപ്പിക്കാം എന്ന് ഒരു സൊല്യൂഷനും കൂടി അരുണേട്ടൻ പറഞ്ഞപ്പോഴും. ആ സൊല്യൂഷൻ എങ്ങനെയാണ്? നിങ്ങൾ എല്ലാവരും ഇവളുടെ ചിത്രം വാങ്ങുക, ഇവളുടെ നല്ലോണം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും പിന്നെ അത് ശരിക്കും മനസ്സിലാവും ഇവളുടെ കൂടെ ആളുണ്ട് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഇവളുടെ കൂടെ ആരുമില്ല. ഇവള് കണ്ണിന് കാണാൻ പറ്റാത്തൊരു മാപ്പിളുടെ കാര്യവും പറഞ്ഞിട്ട് ഇവനെ ആംഗ്ലിയാക്കിയിട്ട് കുറെ കാലമായി ജീവിച്ചു. ആരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. അത് കണ്ടപ്പോൾ ഇറക്കിയൊരു നാടകമാണ്. ഇവളുടെ ഈ വരല്ലേ, ഈ വര മാറിയത് എപ്പോഴാ അറിയോ? സംഘികളാണ്ട് ഒഴിഞ്ഞില്ലേ? സംഘികൾ നേരെ ഇവളെ ഒരു തീവ്രവാദികളാക്കി മാറ്റിയപ്പോൾ ഇവളുടെ ഈ വരയിൽ നിന്നും അവളെ തലവരയും മാറി. അതാണ് ഇപ്പൊ അവളുടെ അവസ്ഥ. അതിനുള്ള ഒരു പുതിയ പൊറാട്ട നാടകം കൊണ്ടാണ് ഇപ്പൊ ഓള് വന്നിട്ടുള്ളത്. അവളെ കയ്യ് വെട്ടിത്തരും. എന്നിട്ട് ഇവള് കൊടുത്തിക്കുന്ന സ്ക്രീനിൽ ഒരു നമ്പർ, ഈ നമ്പറിൽ കംപ്ലീറ്റ് ആളുകളും എന്ത് ചെയ്തിക്കണു, വിളിച്ചിട്ടും മെസ്സേജ് അയച്ചിട്ടും പറഞ്ഞിരിക്കണു പിന്നെ ഏതായാലും കയ്യൊട്ടല്ലേ, അപ്പൊ കയ്യൊട്ടിന് മുന്നേ ഒരു ചിത്രം കിട്ടുമോ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ട്രോളും മൂഞ്ച വർത്താനാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഭയങ്കര സാഡാണ്, എന്തിനാണ് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഓള് വന്നതാ. കോമഡി അതൊന്നുമല്ല, ഇവളെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ടും ആ പറഞ്ഞവനോട് അവൾക്ക് ഭയങ്കര മനസ്സലിവാ. അതായത് അവന്റെ നമ്പർ കൊടുക്കാനോ പേര് പുറത്ത് വിടാനോ ഞാൻ താല്പര്യപ്പെടൂല. കാരണം എന്താ, അതിന്റെ ID പ്രൂഫില് മറ്റേ ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഇജാക്കാരം, അല്ലെങ്കിൽ എൻ്റെ ഈ അരുണേട്ടനാക്കാരം, ആ സിമ്മിന്റെ ഉടമ. അപ്പൊ അതുകൊണ്ട് ഇത് ആർക്കും പുറത്ത് കാണിച്ചു കൊടുക്കണ്ട, ആ നന്മമരായിട്ട് അവിടെ തന്നെ വെച്ചോ കേട്ടോ. നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ അരുണേട്ടൻ പറയണേ, കേട്ടോ? എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വന്ന് കയറിയ സമയത്ത്, അതായത് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു വീഡിയോ എടുത്ത് ഉണ്ടായിരുന്നു, ഒരു സപ്പോർട്ടിങ്. അതായത് ഇവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിന് നെഗറ്റീവായിട്ട് പല കമന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പം ഇപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇവിടെ കൈ വെട്ടുന്നൊക്കെ പറഞ്ഞ ആൾക്കാരോട് കയ്യിൽ പെട്ടെന്ന് വരണം, സമയം അത്രയും വിലപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു വീഡിയോന്റെ പേരിൽ ഒരു 3-4 ഓർഡർ വന്നിട്ടുണ്ട് പെട്ടെന്ന്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വന്നത്, നമ്മൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും നമുക്ക് കിട്ടുന്നത് നമുക്ക് കിട്ടും. ഇവിടെ കൈ രണ്ടും ഇവിടെ തന്നെ ഉണ്ട്. പറ്റുമെങ്കിൽ പെട്ടെന്ന് വന്ന് കൈ വെട്ടുകയും കാര്യങ്ങൾ ചെയ്യാം. അതിനുശേഷം ഇന്നും കൂടി ഒരു ഓർഡർ വിളിച്ച് എനിക്ക് ഒരു നടത്തിയിട്ടുള്ളൂ. എവിടെയും കാനഡക്കാരനാണ്, തൊട്ടിൽപ്പാലത്തു നിന്നാണ്, തൊട്ടിൽപ്പാലത്തേക്കാണ് കൊടുക്കേണ്ടത്. അപ്പോ ഒരുപാട് ഓർഡർ കിട്ടുന്നുണ്ട്. ഇന്നത്തെ കൊറിയർ ചെയ്യാനുള്ള ഫോട്ടോസ് ആട്ടോ. ഒന്നത് കൈ കുത്തി, സോറി, ഒന്നിത്, പിന്നെ ഒന്നിത്. ഇന്നത് ഈ 3 ഫോട്ടോസാണ് കൊറിയർ ചെയ്യുന്നത്. നമ്മൾ ആരെ എങ്ങനെ തോപ്പിച്ചാലും മുകളിലുള്ള ആള് വിചാരിക്കണം തോക്കണം, അല്ലെങ്കിൽ ഇവരെ തോപ്പിക്കണോ എന്നുള്ളത് ചിന്തിക്കാം. അപ്പൊ എന്തായാലും 3 ഫോട്ടോന്റെ ഓർഡർ ഇപ്പൊ തന്നെ കൊറിയർ ചെയ്യാണ് പോവാണ്. അപ്പൊ ഇനി ആർക്കെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് കോൺടാക്ട് ചെയ്താൽ മതി. സപ്പോർട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ നിർബന്ധിക്കാൻ കാര്യമില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അതായത് ഈ കണ്ണന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യാം. പലരും പറയുന്ന ബിസിനസ് ട്രിക്കാണ്. പിന്നെന്ന് വെച്ചാൽ നമുക്ക്, ഞാനിപ്പോ ഇതിൽ വന്ന് സപ്പോർട്ട് ചെയ്യാൻ കാര്യങ്ങളും ചെയ്യുന്നില്ല, നമ്മളെ കൊണ്ടാവുന്ന നമ്മൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഒരാൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾ വിളിക്കാതാക്കുക, അല്ലാണ്ട് നിർബന്ധിച്ച് നിങ്ങൾ എന്തായാലും വാങ്ങണമെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. അപ്പോ ശരിക്കും പറഞ്ഞെന്താന്ന് മനസ്സിലായോ നമുക്ക്? ഇല്ലല്ലേ, ഞാൻ പറഞ്ഞുതരാം. ഇവന് ഇവൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന സമയത്ത് കഴിഞ്ഞ ദിവസം രാത്രി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇവളെ സപ്പോർട്ട് ചെയ്തിട്ട്, ഇവളുടെ കൈ വെട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു ഇത് പറഞ്ഞിരുന്നു, ഒരു ഭീഷണി കോൾ വന്നിരുന്നു. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട്, ഞാൻ ഇവളെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് കാണും അല്ലേ? കാണണം. അപ്പോ മറ്റേ ആ വീഡിയോക്ക് അവരോട് പറയാനുള്ളത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കൈ വെട്ടാണ്ട ആളുകളാണെന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് വരണം, ഇതൊന്നും അങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെ. അതായത് ഭയങ്കര ധൈര്യശാലിയാ, അജാതി വെല്ലുവിളിയല്ലേ മറുപടി കൊടുക്കണത്. പക്ഷെ ഇതിന്റെ ട്വിസ്റ്റ് എന്താ വെച്ചാൽ വിളിച്ചത് മോനാ, അതാണ് ബിറ്റ്. ഓനോന്റെ മറ്റൊരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു നമ്പറിൽ ഓൻ തന്നെ ഉണ്ടാക്കി ഒരാളെ ക്രിയേറ്റ് ചെയ്തിട്ട് കോളും വിളിപ്പിച്ചിട്ട് ഓൻ അതിന് മറുപടി എടുക്കുക. അങ്ങനെ ധൈര്യം ഉണ്ടാവില്ല വരി. അരുണേട്ടൻ ഇവിടെ ഉണ്ടാകുമ്പോ ആരെങ്കിലും ഇവിടെ തൊടുവോ? തിരികെ പൊളിച്ചും എന്നും പറഞ്ഞില്ല, ഭയങ്കര വെല്ലുവിളിയാ. ഇനിയിപ്പൊ അതൊന്നും അല്ല ട്വിസ്റ്റ്. അരുണേട്ടൻ എന്താ പറയുന്നത്, അതിന്റെ കൂടെ ഞാന്
ഈ എന്താ പറയാ ഇവളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് കൊണ്ട് അവൾക്ക് ഇതാ ഒരുപാട് ഓർഡറുകൾ 2-3-4 ഓർഡറുകൾ ക്വിക്കിലി ഇങ്ങോട്ട് വന്നിക്കണു. അപ്പോ എല്ലാവരും സ്വീകരിച്ചു. ഇത്രയേ ഉള്ളൂ നിങ്ങളൊക്കെ തോൽപ്പിക്കാൻ. ഇനിയും ഓർഡറുകൾ വരണല്ലോ. അങ്ങനെ ഈ ഓർഡറും കൂടി ജണ്ട ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് ഉണ്ടായിക്കളാം. ചോറ് തിന്നണത് വാങ്ങൂല, മനസ്സിലായോ? അത് കണ്ണനോട് ആർക്കും ഭക്തി ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അത് അർഹിക്കുന്നവരുടെ കയ്യിൽ നിന്ന് വാങ്ങണം. ഇവൾ അവിടെ ഇവിടെയും മാന്തിയിട്ടും ചൊറിഞ്ഞും കൊണ്ടും ഇല്ല ഇറച്ചി മീനും ഇതൊക്കെ തീർന്നിട്ട് ഓള് കണ്ണനെ വരക്കുക, അതോ പ്രിന്റ് ചെയ്യുക, ആർക്കറിയാം. എന്ത് ചെയ്താലും സംഘികൾക്ക് പോലും വേണ്ട. കാരണം ഞങ്ങൾ പണ്ടേ പറഞ്ഞിരുന്നതാണ്, ഇവള് ഇങ്ങടെ അടുത്ത് നിന്നിട്ട് അതാ രാജ്യദ്രോഹി, അതാ തീവ്രവാദി എന്ന് പറയുമ്പോ ഈ എരുത്ത് നിൽക്കുന്നതാണ് ഇത് യഥാർത്ഥത്തില്. അത് താമസിയാതെ മനസ്സിലാവുന്നുള്ളത്. അത് മനസ്സിലായതോടുകൂടെ ഈ കരിമ്പ് ചണ്ടില്ലേ, ഈ കരിമ്പ് അതിന് നീരെടുത്തിട്ട് ചണ്ടി നല്ല തുപ്പൂലേ, അങ്ങനെ തുപ്പി. അപ്പൊ ലാസ്റ്റ് ഇപ്പൊ എല്ലാരും തുപ്പിയപ്പോ ആകെ പോകാതെ നിന്നത് ഈ സ്നേഹനിധിയായ ആങ്ങളെ. ആങ്ങളക്ക് എന്തൊക്കെ പരിപാടിയുണ്ട്, അടുക്കള പണിയുണ്ട്, പിന്നെ നിലം തുടക്കണം, ഇവളുടെ മറ്റേ ഡ്രസ്സുകൾ തിരുമ്പി കൊടുക്കണം, പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കണം. ഇപ്പം അവിടെ തന്നെ കിടക്കുക. ഇവൻ പുറത്തൊന്നും പോക്കില്ല. ഞാൻ കാണിച്ചുതരാം. ഞാൻ നുണയൊന്നും അല്ല പറയണേ, ഞാൻ കാണിച്ചുതരാം. ഒരാളെ ഞാൻ ഒരു കാര്യത്തിന് ഏൽപ്പിച്ചതാ. ആള് ആ കാര്യവും കഴിഞ്ഞ് പാവ ക്ഷീണിച്ച് കിടന്നുറങ്ങിപ്പോയി. കിടക്കണുണ്ടോ? ഫ്രെയിം ചെയ്യാൻ ഏൽപ്പിച്ചതായിരുന്നു. ഏതോ പട്ടച്ചാരായം കുടിച്ച് പാമ്പായിട്ടാ കിടക്കണത്. ഓനിക്കിപ്പോ എന്താ? ഇവളെ ആരിഫ് ഹുസൈൻ്റെ ഒക്കെ വിചാരം എന്താണ്? 4 മുസ്ലിങ്ങളെ പേരോ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ മറ്റേ കുറ്റപ്പെടുത്തി അങ്ങോട്ട് സംസാരിച്ചാലോ ഇവലൊക്കെ പിന്നാലെ ക്യൂ ആയിട്ട് മുസ്ലിങ്ങൾ മൊത്തം അങ്ങോട്ട് ചെല്ലും. പിന്നെ ഇത് കേൾക്കണ സംഘികൾക്കൊക്കെ ഭയങ്കര പൊലിവുണ്ടാക്കും എന്നൊക്കെയാണ് വിചാരിക്കണത്. സംഘികൾക്ക് പൊലിവുണ്ടാക്കുമല്ലേ, അത് വേറെ വിഷയം, അത് നമ്മൾ നോക്കേണ്ട കാര്യമല്ല. പക്ഷെ അവര് വരെ കൈയൊഴിഞ്ഞ സ്ഥിതിക്ക് ഇവൾക്ക് ഇനി ഈ ഫീൽഡിൽ പിടിച്ചിരിക്കണമെങ്കിൽ ഇതുപോലത്തെ ഉള്ള എന്താ പറയുക സെന്റിമെന്റിലും കൈവെട്ട് കഥയും തലവെട്ട് കഥയും ഒക്കെ മുസ്ലിമിന്റെ പേരിൽ ചാർത്തി കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ യഥാർത്ഥ വർഗീയവാദി ആരാ, യഥാർത്ഥ രാജ്യദ്രോഹി ആരാന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിപ്പോ ഇവളുടെ കാര്യത്തിൽ അറിഞ്ഞു. ഇനി ഇജ്ജു എൻ്റെ അരുണേട്ടനും നിങ്ങളെ കൊണ്ട് പറ്റണ പോലെ തലവെട്ടോ കൈവെട്ടോ വേറോ പ്രസവോ എന്താച്ചാ നടത്തുക. അതിനും കൂടി നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിച്ചരുത് കേട്ടോ. എന്നാ ഞാൻ പോട്ടെ, ശരി.